നമുക്കിന്നിവിടെ ഒരു ബീഫ് കറി തയ്യാറാക്കാം. ഇവിടെ 1.5 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി അതിനകത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും ഇട്ട് നമ്മൾ നന്നായി തിരുമ്മി മിക്സ് ചെയ്ത് കുറച്ച് മുമ്പേ വെച്ചതാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് അതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യണം. നന്നായി തിരുമ്മി അതിനകത്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിന് മുമ്പേ നമ്മൾ കപ്പ വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കുറച്ച് ഉലുവയും കുറച്ച് പെരിഞ്ജീരകം. ഉലുവ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. പെരിഞ്ജീരകം ചേർത്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ അത് കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കപ്പയുടെ വെള്ളം തിളച്ചു. അതിനകത്ത് നമ്മൾ കപ്പ ഇട്ട് കൊടുത്തു. അത് വേകുമ്പോഴേക്കും നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. ബീഫിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. ബീഫിനകത്ത് ആ വെള്ളം മാത്രം ഉള്ളത് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഒരു പാത്രം ചൂടാകുമ്പോൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് സവോള ഒരു 2-3 സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റണേ. അപ്പോൾ അത് ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കതിനകത്ത് തേങ്ങാക്കൊത്തും ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ അതിനകത്ത് മല്ലിപ്പൊടിയും മുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ബീഫ് വേവിക്കുമ്പം കുറച്ച് മുളക് പൊടി ഇട്ടതാണ്. അപ്പോൾ അത് നന്നായി മിക്സായി വരുമ്പം ഈ ബീഫ് വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് അതിനകത്ത് ബീഫ് ഇട്ട് അത് നന്നായിട്ട് ആ ചാറ് അതിനകത്ത് കിടന്ന് കുറുകി വരണം. അപ്പോൾ ആ കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു 2 തക്കാളി, ഞാനത് റൗണ്ടിൽ മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. റൗണ്ടിൽ മുറിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കതിനകത്ത് തൊലി വെന്ത് നമുക്ക് നന്നായിട്ട് തക്കാളി വെന്ത് വരുമ്പോൾ അതിനകത്ത് തൊലി നമുക്ക് കഴിക്കാൻ നേരത്ത് നമുക്കതെടുത്ത് മാറ്റാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ റൗണ്ടിൽ മുറിച്ചിടുന്നത്. അപ്പം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് കപ്പയിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നമ്മൾ ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ കപ്പയിലെ വെള്ളം ഊറ്റാം. കപ്പയിലെ വെള്ളം ഊറ്റി നമ്മൾ കപ്പ നന്നായിട്ട് വെള്ളം വാർന്ന് കളയുമ്പോൾ അതിനകത്ത് അതൊന്നുകൂടെ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്ത് ഒരു 2 കരിവേപ്പില ഇട്ട് നമുക്കത് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പം നമ്മുടെ നന്നായിട്ട് നല്ല വരുന്ന കപ്പയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്കത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കുറച്ചും കൂടി കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് അതിനകത്ത് നമ്മൾ ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണയും നനച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഞാനൊരു 5 വിസിലാണ് എടുത്തിരിക്കുന്നത്. 5 വിസിലാകുമ്പോഴേക്കും നന്നായി വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പയും ബീഫ് കറിയും നമുക്ക് ടേസ്റ്റ് ഉണ്ടെന്നൊന്ന് നോക്കാം. കപ്പയും ബീഫും നല്ല രുചിയുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.